വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിലുണ്ടായ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി രാജ്യം മുഴുവൻ കൈകോർത്തിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ സഹായവും അങ്ങോട്ട് ലഭിക്കുന്നുണ്ട്. ഒപ്പം രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേപ്പാടിയിലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് നടൻ മോഹൻലാലും എത്തിയിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച അദ്ദേഹം സൈനിക ക്യാമ്പിലെത്തി യൂണിഫോമിലാണ് എത്തിയത്. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരന്തഭൂമിയിൽ എത്തിയത് വളരെ ആശ്വാസം പകരുന്നതായി ജനങ്ങൾ പറയുന്നുണ്ട്. സ്ഥലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് മോഹൻലാൽ വയനാട്ടിലെത്തിയത്. കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ശേഷം വാഹനത്തിൽ വയനാട്ടിലെത്തുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും എത്തിയത്. മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. വരും ദിവസങ്ങളിൽ അദ്ദേഹം രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യത്തിനൊപ്പം തുടരുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ 25 ലക്ഷം രൂപ സംഭാവന നൽകുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികരെയും മോഹൻലാൽ അഭിനന്ദിച്ചു. പിന്നാലെ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി 3 കോടി രൂപ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലകളിൽ ഈ 3 കോടി രൂപ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ വഴിയാണ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തകർന്ന വെള്ളാർമല LP സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് വാർത്തകളിലൂടെ അറിയുന്നത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കൂ. ഒരുപാട് പേർക്ക് നിമിഷനേരം കൊണ്ട് അവരുടെ ഉറ്റവരെയും വീടും സ്ഥലവും ഒക്കെ നഷ്ടമായി. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു. ഇത് എടുത്തു പറയേണ്ട കാര്യവുമാണ്. അതിൽ പ്രത്യേകതയുള്ളതാണ് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, ഡോക്ടേഴ്സ്, NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, നേവി, ലോക്കൽ ആളുകൾ, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ ഒരു കല്ലെടുത്തു മാറ്റുന്ന കുട്ടിയെപ്പോലും ഇതിന്റെ ഭാഗമായി മാറുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടുത്തെ പുനരധിവാസത്തിനായി ഞാനുമായി സഹകരിക്കുന്ന ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി രൂപ അടിയന്തരമായി കൊടുക്കുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. പിന്നീട് അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം കൂടുതൽ സഹായവും നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ അംഗമായ ടെറിട്ടോറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിഭാഗം. അതിനാൽ കൂടിയാണ് 1.5 പതിറ്റാണ്ടോളമായി അതിന്റെ ഭാഗമായ താനും ഇവിടെ എത്തിയതെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാനും കൂടി ഉൾപ്പെടുന്ന 122 അംഗ ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസാണ് ആദ്യം ഇവിടെ എത്തുന്നത്. അതിൽ 40ഓളം പേർ ആദ്യമെത്തി വലിയ പ്രയത്നങ്ങൾ നടത്തി. ഒരുപാട് പേരെ രക്ഷിച്ചു. കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ്. ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് ഇവിടെ എത്തിയത്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. മനുഷ്യസ്നേഹിയായ ഒരുപാട് പേർ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ അംഗമാണ്. ലാലേട്ടൻ പറയാത്തൊരു കാര്യം പറയാം. മുണ്ടക്കയിൽ തകർന്ന സ്കൂൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു കാര്യം കൂടി പറയാം. ആ സ്കൂൾ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയും വിശ്വശാന്തി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയാണ്. ഇതിപ്പോൾ എടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മേജർ രവിയും പ്രതികരിച്ചിട്ടുണ്ട്.